Hello dears, welcome back to Xylem Learning. It's me, Adarsh. മക്കളെ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കാണാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് ഗംഭീരമായിട്ട് പഠിക്കാം. നോക്കാം. When a number is tripled and then 2 is added, it became 50. What is the number? ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 50 കിട്ടി. ഒരു സംഖ്യ, ഒരു നമ്പർ, ആ നമ്പർ ഏതാണെന്ന് നമ്മളോട് പറയുന്നില്ല, നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്പർ ഏതാണെന്ന്, നമുക്കറിയാത്ത നമ്പറിനെ ഇവിടെ നമുക്കറിയില്ല ഏത് നമ്പർ ആണെന്ന്, ഏത് സംഖ്യയാണെന്ന് നമുക്കറിയില്ല. ആ സംഖ്യ എക്സ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ് ദ നമ്പർ ബി എക്സ്. സംഖ്യ എക്സ് ആണ്, നമുക്കറിയാത്ത സംഖ്യ ഏതാണ്? എക്സ് ആണെന്ന് നമ്മൾ എടുത്തു. ആ സംഖ്യയുടെ ട്രിപ്പിൾ അഥവാ 3 മടങ്ങ്. 3 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന്റെ 3 മടങ്ങ് കാണാൻ 2നെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് 2ന്റെ 3 മടങ്ങ് 6 ആണെന്ന് കിട്ടും. സിമിലർലി ഈ എക്സ്, നമ്മുടെ സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുന്നത് കാണാൻ എന്താ ചെയ്യേണ്ടത്? സംഖ്യയെ 3 കൊണ്ട് ഗുണിക്കണം. അതായത് 3 × x. അതിനോട് എന്ത് ചെയ്തു? പിന്നെ അതിനോട് 2 കൂട്ടി. അതിനോട് 2 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 50 കിട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഒരു സംഖ്യയുടെ 3 മടങ്ങ്, സംഖ്യ x ആണെങ്കിൽ എക്സിനെ 3 കൊണ്ട് ഗുണിച്ചാലാണ് ആ സംഖ്യയുടെ 3 മടങ്ങ് കിട്ടുക. അതിനോട് 2 കൂട്ടിയപ്പോൾ 50 കിട്ടി. +2 = 50 നമ്മൾ എഴുതി. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 3 മടങ്ങ്, സംഖ്യയുടെ 3 മടങ്ങ് 3 × x എത്രയാണ്? 3x എന്നാണ് എഴുതുക. 3 × x എന്ന് പറഞ്ഞാൽ എത്രയാ? 3x. 3x + 2 = 50 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ ആണോ? നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി, തന്ന ക്വസ്റ്റ്യൻ ഉപയോഗിച്ചുകൊണ്ട്, ചോദ്യം ഉപയോഗിച്ചുകൊണ്ട് സമവാക്യം നമ്മൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എക്സിനെ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിക്കോ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു +2 ഉണ്ട് അല്ലേ? +2 ഉണ്ട്. ആ +2നെ ഞാൻ 50ന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അന്നേരം 3x മാത്രമാകും ഈ ഭാഗത്ത്. +2 50ന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താകും മക്കളെ? -2 ആകും. ശ്രദ്ധിക്കണേ, +2 എന്ന് പറയുന്നത് 50ന്റെ അടുത്തേക്ക് പോകുമ്പോൾ -2 ആകും. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. +2 അപ്പുറത്തേക്ക് പോയപ്പോൾ -2 ആയി, ചിഹ്നം മാറി. ഓക്കെ, 50ൽ നിന്ന് 2 കുറച്ചാൽ 48. ശരിയല്ലേ? 3x എന്ന് പറയുന്നത് 48 ആണ്. ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചാൽ 48 കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചാൽ 48 കിട്ടുമെങ്കിൽ സംഖ്യ കാണാൻ, എക്സ് കാണാൻ 48 ÷ 3 ചെയ്യണം. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, 3 × x എന്നുള്ളത് 3 × x. ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താകും? /3 ആകും. ഇൻറ്റു എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 48 ÷ 3. ആൻസർ എത്രയാണ്? 48നെ 3 കൊണ്ട് ഹരിച്ചാൽ 16. ശരിയല്ലേ? നോക്ക്, 16ന്റെ 3 മടങ്ങ് എന്ന് പറയുന്നത് 48 ആണ്. അതിനോട് 2 കൂട്ടിയാൽ നമുക്ക് 50 കിട്ടും. അങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് എക്സിന്റെ വില കണ്ടുപിടിച്ചു. എക്സ് എത്രയാന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. Xylem Class 8 എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.